അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനസ്തഹ്ദിയ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഹജ്ജിനെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഹജ്ജ് പറഞ്ഞാല് ഹജ്ജ് അതൊരു സാധാരണമായ യാത്രയല്ല അല്ലെ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകുന്നുണ്ട്. നമ്മള് പിന്നെ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ അതുപോലൊന്നും അല്ല അല്ലെ ഹജ്ജിന്റെ യാത്ര. അത് നമുക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഒരു ടൂർ പോവാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ അവിടെ പോയി വന്നാൽ പിന്നെ അവിടെ തന്നെ പോകണം, പിന്നെ ആ കണ്ട സ്ഥലം കാണണം എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാറില്ല അല്ലെ. പിന്നെ കാണാത്തത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകണം എന്നാണ്. പക്ഷെ ഹജ്ജ് ഉംറ ഒന്നും അങ്ങനെയല്ല. നമ്മൾ മക്കത്ത് പോയാൽ നമുക്ക് മതി വരില്ല അല്ലെ, പിന്നെയും പിന്നെയും പോകണം തോന്നും. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാനൊരു സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമിനും അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മളെ ഉള്ളറകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവികമായ ഒരു അനുഭവമാണ് ഹജ്ജിന്റെ യാത്ര. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പിന്നെ മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ വരികയാണ് അല്ലേ. എല്ലാവർക്കും ഒരേ ലക്ഷ്യം, ഒരേ വേഷം. അങ്ങനെ അവിടെ സംഗമിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടാണ് അവിടെ അല്ലേ. അവിടെ എല്ലാവരും ഹൃദയത്തിലും ഒരേ ലക്ഷ്യം, ഒരേ മന്ത്രധ്വനി. ആർക്കും അഹങ്കാരമില്ല അവിടെ. എല്ലാവർക്കും വിനയം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഹിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര ഒരു സന്തോഷമാണ്. അവിടെ ആർക്കും മടിയില്ല മറ്റൊരാളെ സഹായിക്കാൻ. അപ്പോൾ ഇഹലോകത്ത് നിന്ന് ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു പവിത്രമായ യാത്ര. ഓരോ കാലത്തിലും നമുക്ക് നമ്മളെ പാപങ്ങളെ ഓർമ്മ വരും. അള്ളാഹുവിനോട് ക്ഷമ തേടിക്കൊണ്ടേയിരിക്കുക. അതൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ മാനസികമായിട്ട് നമ്മൾ തയ്യാറാവുകയാണ് അല്ലേ ആ യാത്രയിലൂടെ. അതുകൊണ്ട് തന്നെ ഹജ്ജ് യാത്ര അതൊരു കടമ മാത്രമല്ല, നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ദൈവികമായ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ പരിശുദ്ധമായ ഹജ്ജ് അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ജന്നത്ത് മാത്രമാണ് അല്ലെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅ ഇലൽ ഹജ്ജ്. പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം ജന്നത്താണ്. മറ്റൊരു ഹദീസ് പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വന്നവന് പാപങ്ങളിൽ നിന്നെല്ലാം മുക്തമാണ്. നമ്മൾ ഒരുപാട് കേട്ടതാണ് അല്ലെ. പിന്നെ ഒരു ഉമ്മ അപ്പം പ്രസവിച്ച കുട്ടിയെ പോലെ നിഷ്കളങ്കനാണ് ഹജ്ജ് കഴിഞ്ഞ ആള്. അപ്പൊ എങ്ങനെയാണ് നമ്മള് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് ചെയ്യാ? ഹജ്ജിന് നമ്മൾ എല്ലാവരും റെഡിയായി പോവും നമ്മളിലെ. അപ്പൊ ആ പോക്കില് നമ്മൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തിട്ട് പോവുകയാണ് അല്ലെ. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോ ആ പോക്കില് നമ്മളെ ഹൃദയം എന്താവണം? ഹൃദയം ശുദ്ധിയാവണം അല്ലെ. ഹൃദയത്തിൽ നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം? നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു അന്നിയ്യാത്ത് അല്ലെ. ആ നിയ്യത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായി? വൃഥാവിലായി. പിന്നെ അത് അള്ളാഹു സ്വീകരിക്കണില്ല. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാണ്. മരിച്ചു ചെല്ലുമ്പോൾ അതൊക്കെ പിന്നെ ഉഹുദുമലയോളം കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാം ധൂളികളായി പറന്നു പോകുന്ന അറിഞ്ഞില്ലേ. അങ്ങനത്തെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അപ്പൊ നമ്മൾ നിയ്യത്തില്ലാതെ ഹജ്ജിന് പോയാൽ എന്തായി? നമ്മളെ ഒക്കെ വേസ്റ്റായി അല്ലേ. നമ്മളെ പൈസ വേസ്റ്റായി, നമ്മുടെ ടൈം വേസ്റ്റായി. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ ഒരു ഹാജി ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, നല്ല നിയ്യത്ത്. വേറൊന്നും ഉണ്ടാവരുത്. ഇത് ഞാൻ എൻ്റെ അള്ളാഹ് എന്നെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്, ഇതിന് എനിക്ക് പ്രതിഫലം പരലോകത്തുനിന്ന് വേണം എന്നുള്ള ആ ഒരു നിയ്യത്ത് മനസ്സിൽ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കുക. ശുദ്ധമായ നിയ്യത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് വേണ്ട, കറ കളഞ്ഞ തൗഹീദ് വേണം അല്ലെ. തൗഹീദ് നമുക്ക് പെട്ടെന്നുണ്ട് അല്ലേ. നമ്മള് ഷിർക്ക് നമ്മള് ഇനിയും അറിയാതെയൊക്കെ അറിയാതെ നമ്മളെ ജീവിതത്തിൽ ഷിർക്കുകൾ സംഭവിച്ചു പോകും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അപ്പൊ ഷിർക്ക് കലരാതെ തൗഹീദിന്റെ സന്ദേശമാണ് ഹജ്ജ് നൽകുന്നത് നമുക്ക് അല്ലെ. അപ്പൊ മബ്രൂറായ ഹജ്ജ് ലഭിക്കാൻ നമുക്ക് തൗഹീദ് വേണം. ഷിർക്ക് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഷിർക്ക് കലർന്നു പോയാൽ പിന്നെ നമ്മളെ അമലുകളൊക്കെ നശിച്ചു പോയില്ലേ, അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത്, തൗഹീദ്. അടുത്തത് തൗഹീദ്. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് തഖ്വ. وتزودوا فإن خير الزاد التقوى. അൽബക്കറ 197 താഴത്തിൽ പറയുന്നു, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കുക. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒരുക്കൂലേ. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുക്കാണ്ടാവും. നമ്മളെ ഡ്രസ്സ്, പിന്നെ ഭക്ഷണം സാധനങ്ങൾ, കേടുവരാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ ഒരുക്കുക. അപ്പൊ അള്ളാഹു പറയണ നിങ്ങൾ ഒരുക്കുമ്പോ അതൊക്കെ ഒരുക്കിക്കോള്, കുഴപ്പമില്ല. പക്ഷെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുക്കാൻ തഖ്വ വേണം അല്ലെ. അപ്പൊ തഖ്വ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെ. ഹജ്ജിന്റെ ഓരോ കർമ്മത്തിലും നമ്മളിങ്ങനെ കാണണം അല്ലെ. അവിടെ ഹജ്ജിന് പോയ എല്ലാവർക്കും അറിയാം, അവിടെ ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മളിവിടെ ഇരുന്ന് ഒരു ഭാഗത്ത് നമുക്ക് ഒരു മുസല്ല വിരിച്ചു കണ്ട് അവിടെ നിന്ന് നിസ്കരിക്കാം. നമുക്ക് ചെയ്യാനുള്ള കഴിഞ്ഞിപ്പോ പള്ളിയിൽ പോയാൽ അത് അവിടെ നിന്ന് ചെയ്യാം. പക്ഷെ ഹജ്ജിന് പോയാൽ അങ്ങനെയല്ലേ, നമ്മൾ കുറേ നടക്കണം, കുറേ കാര്യങ്ങൾ. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാദങ്ങൾ നമ്മളിങ്ങനെ പിൻപറ്റിക്കൊണ്ടേയിരിക്കണം അവിടെ അല്ലെ. ഇബ്രാഹിം നബി എന്താ ചെയ്തു, ഹാജറ ബീവി എന്താ ചെയ്തു, അതൊക്കെ വീണ്ടും അവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അവിടൊക്കെ നമുക്ക് എന്താ വേണ്ടത്, അവർക്കുണ്ടായ ആ തഖ്വ അത്ര കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ തന്നെ ഹജ്ജിന് പോകുന്ന ഒരുങ്ങി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം തഖ്വ ഉണ്ടാവാനും പിന്നെ സബർ ഉണ്ടാവാനും ഒക്കെ. ഓരോ ഇബ്രാഹിം നബിന്റെ എന്തൊരു കാര്യമാണെങ്കിലും അതിലൊക്കെ തഖ്വ നമുക്ക് കാണാൻ കഴിയും. നമ്രൂദിന്റെ തീ കൊട്ടാരത്തിലിട്ടപ്പോ അവിടുന്ന് ആ തീയ് ഇബ്രാഹിം നബിക്ക് അലൈഹി സ്വലാം പൊള്ളിയില്ല അല്ലെ. നമ്മളെ സംബന്ധിച്ചോളം തീ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയണ ഒരു കാര്യമാണ്. തീ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ആലോചിക്കണ്ടല്ലോ. തീ ചൂടാണ്. പക്ഷെ ഇബ്രാഹിം നബിനെ സംബന്ധിച്ചിടത്തോളം ആ തീ തണുപ്പ് അനുഭവിച്ചെങ്കിൽ അപ്പൊ അത്രയും അള്ളാഹുവിൽ വരമേൽപ്പിച്ചത് കൊണ്ടാണല്ലോ അല്ലെ ആ ഈ തീയിനെ ഇതായത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം തീയിലിടുമ്പോ നമ്മൾ പൊള്ളുക എന്നല്ലാതെ നമുക്ക് അത്രയും തവക്കലായിട്ട് നിൽക്കാൻ കഴിയും. അള്ളാഹു തവക്കല് നമുക്കും തവക്കലൊക്കെ കിട്ടട്ടെ. നന്ദി. അതേപോലെ തന്നെ ഹാജറ ബീവിനെയും കുഞ്ഞിനെ എടുത്തിട്ട് ആരുമില്ലാത്ത മരുപ്രദേശത്ത് കൊണ്ടിടാൻ പറഞ്ഞു. ഒരു പ്രയാസം ഉണ്ടായില്ല ഇബ്രാഹിം നബിനെ സംബന്ധിച്ചിടത്തോളം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പ്രയാസവും കൂടാതെ അവരവിടെ കൊണ്ടാക്കി. അവിടുന്ന് തിരിച്ചു പോരുമ്പോ ഹാജറ ബീവിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടാണോ ഞങ്ങൾ അവിടെ കൊടുന്നാക്കിയെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോ പിന്നെ ഹാജറ നബിക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല അല്ലെ. രണ്ടാൾക്കും തഖ്വയാണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ തഖ്വ ഫുള്ള് ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് അല്ലെ അവിടെ കാണുന്നത് ഫുള്ളും. എന്നിട്ടും കഴിഞ്ഞില്ല അല്ലെ അള്ളാഹു അലൈഹി ഇസ്ലാമിനോട് ചെയ്യുന്ന പരീക്ഷണങ്ങൾ. അവിടൊക്കെ പിടിച്ചു നിന്ന് ഒരു അല്പം പോലും ക്ഷമകേടോ പ്രയാസമോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായില്ല. ഒരുപാട് പ്രാർത്ഥിച്ച് വയസ്സുകാലത്ത് കിട്ടിയതാണ് അല്ലെ. കുഞ്ഞുമോനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു, അത് അതേപോലെ ചെയ്തു. വളർന്ന് ബാലനായപ്പോ അതിനെ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പിതാവിന് എന്തൊരു സങ്കടക്കാരല്ലേ. നമുക്ക് ആലോചിക്കാൻ വയ്ക്കുന്നുണ്ടോ നമ്മളെ മക്കളെ ബലി അർപ്പിക്കണം എന്ന് പറയുമ്പോ? എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ തന്നെ നമുക്ക് ആലോചിക്കാൻ വയ്യല്ലേ നമ്മളെ മക്കൾക്ക്. പിന്നെ നമുക്ക് സങ്കടമായി, പിന്നെ അങ്ങനെ ഓരോ പ്രയാസങ്ങളായി. പക്ഷെ ആദ്യം എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും. വെറുതെ ചെയ്യല്ലല്ലോ അല്ലെ. ചെയ്യാനായിട്ട് ഒരുങ്ങി അതിന് ഓങ്ങ വരെ ചെയ്തില്ലേ. എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ആ തഖ്വന്റെ ഒരു ഇതാണ്ടാണ്, കാഠിന്യം കൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. അവിടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജയിച്ചു അല്ലെ. അപ്പൊ നമുക്കും അവിടെ പോകുമ്പോ അതൊക്കെ ഓർമ്മ വരണം. നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത കാര്യങ്ങളാണ്. നമ്മള് പിന്നെ ഇവിടെ ഉംറ ചെയ്യുമ്പോ തവാഫിലും സഅയിലൊക്കെ ഇവിടൊക്കെ ഇവര് ഹാജറ നബി അലൈഹി സ്വലാം കുട്ടിന് വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് അതൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയണം അല്ലെ അവിടെ ചെല്ലുമ്പോ. അപ്പൊ തന്നെ നമുക്ക് നമ്മളെ ഹൃദയത്തിൽ തഖ്വയും
സബറും എല്ലാം താനെ കൈവരും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് പിന്നെ സബുർ വേണം അല്ലെ. നല്ല സബുർ വേണം. അവിടെ ഒരുപാട് നടക്കാണ്ടാവും നമുക്ക്. ഒരുപാട് പറഞ്ഞാൽ കാര്യം പിന്നെ അറഫേക്ക് പോകുമ്പോ തന്നെ എല്ലായിടത്തും ബസ് ഉണ്ട്, പിന്നെ മെട്രോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരുപാട് നടത്തം നമുക്ക് അവിടെ ഉണ്ട്. ബസ് കയറാൻ കുറെ നടക്കണം, മെട്രോയിൽ പോവുകയാണെങ്കിൽ അതിൽ കുറെ നടക്കണം, അതിൽ ഇറങ്ങിയാൽ കുറെ നടക്കണം. പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഉണ്ട് ഓരോ സ്ഥലത്തും. ഒരു കൂട്ടം ആളുകൾ പോയി കഴിഞ്ഞാൽ അടുത്തത് പോവാൻ അവിടെ ഒരു ഗേറ്റ് അടക്കും. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ നടന്ന് ക്ഷീണിച്ച് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കല്ലേ, അവിടെ കാത്തു ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ സ്ഥലത്തും നമ്മൾ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഹറമെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബസ് കയറാൻ പോവാൻ ഇപ്പൊ രാത്രി നിശാംസ്കാരം കഴിഞ്ഞാലൊക്കെ വേഗം ഗേറ്റ് അടച്ചിടും. പിന്നെ ഒരുപാട് ടൈം നമ്മൾ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് കിടക്കണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ള നിയത്തിലാവും ഹറമെന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ ഒരുപാട് വെയിറ്റിംഗിൽ വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ക്ഷമയോടെ നിൽക്കുക. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ വെയിറ്റിംഗിലാവുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥന കൈവിടരുത്, എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക. പിന്നെ ഓരോ സമയത്തും സലാത്ത് ഇല്ല. നമ്മൾ വെയിറ്റിംഗിലാവുമ്പോൾ നമുക്ക് ഒരുപാട് സലാത്തുകൾ ചൊല്ലിക്കൂടെ ഓരോ സ്ഥലത്തും വെയിറ്റിംഗിൽ ചെയ്യുമ്പോൾ. പിന്നെ അറഫയിൽ പോകുമ്പോൾ അർച്ചയിൽ ധാരാളം പ്രാർത്ഥിക്കന്നെയാണല്ലോ അല്ലെ. അർച്ചയിൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് പാപമോചനം തേടുക, പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. പിന്നെ അറഫയിൽ നമ്മൾ പോയി മഗ്‌രിബോട് കൂടി അവിടുന്ന് പോകണല്ലോ, മഗ്‌രിബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ. അപ്പൊ മുസ്ദലിഫയ്ക്കുള്ള യാത്രയിലും ഒരുപാട് നടത്തം വരും, ഒരുപാട് ക്ഷീണിക്കും നമ്മൾ. അപ്പോഴും നമ്മളെ മനസ്സിൽ ഈ മന്ത്രധ്വനികൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ഒരു ഇടതടവില്ലാതെ നമ്മളെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനകൾ മാത്രമാണെങ്കിൽ നമുക്ക് വേറൊന്നിനും സമയമില്ല. നമുക്ക് അവിടെ ക്ഷമകേട് വരുന്നില്ല, ഒന്നുമില്ല, പ്രയാസമില്ല, വിഷമില്ല, ദാഹമില്ല, ഒന്നും വരുന്നില്ല. അപ്പൊ കഴിയുന്നതും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതിനിപ്പൊ തന്നെ മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുക, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ എന്റെ ഹൃദയത്തിനെ എനിക്ക് ശുദ്ധിയാക്കി തരണേ അങ്ങനെ പറഞ്ഞ അവനോട്ട് പ്രാർത്ഥിക്ക്. തക്കുവ കിട്ടണേ, സബർ കിട്ടണേ. ഇതിനൊക്കെ നമ്മൾ ഇവിടെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ജംറയ്ക്കുള്ള യാത്രയിൽ അതും ഒരുപാട് നഷ്ടം വരുന്ന കാര്യമാണ്. അവിടെയും നമ്മൾ പിന്നെ നമുക്ക് ക്ഷീണം ഇതൊക്കെ മറന്ന് നമ്മളെ ഹൃദയം അങ്ങോട്ട് അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുക. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഇപ്പൊ നമ്മള് പിന്നെ ഒരുപാട് നടക്കുമ്പോൾ പിന്നെ നമുക്ക് ഫുഡ് ഇങ്ങനെ പല സ്ഥലത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഫുഡ് ഒരിക്കലും, നമുക്ക് വയറ് ഫുള്ളാണെങ്കിൽ പിന്നെ ഫുഡ് മേടിക്കരുത്. കാരണം അത് നമുക്കൊരു ഭാരമായി തീരും. ആ ഫുഡ് നമുക്ക് നമ്മളെ നടത്തം തന്നെ ഉണ്ട് അത്യാവശ്യത്തിന്. പിന്നെ നമ്മളെ കയ്യിൽ ഒരു എന്തെങ്കിലും ബാഗ് ഇപ്പൊ ഞാനൊക്കെ പോയത് ഒരു 10 വർഷം മുന്നേ. അന്ന് എനിക്കൊരു കുട്ടി ഉണ്ടായി, 1 വയസ്സായ കുട്ടി ഉണ്ടായി. അപ്പൊ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് കൊടുക്കാലോ, കുട്ടിയാണെങ്കിൽ ഒരു ഫുഡും കഴിക്കൂല, അപ്പൊ കുട്ടിക്ക് കൊടുക്കാലോ എന്നുള്ള ഒരു നിയത്തില് മേടിക്കും. മേടിച്ചാൽ നമുക്കത് പിന്നെ അതൊരു ഭാരമായി തീരും. ഈ കുട്ടിനെ എടുക്കണം, ഈ ഫുഡ് നമ്മൾ കൈ പിടിക്കണം, എന്നാൽ ഈ കുട്ടിക്ക് ഈ ഫുഡ് കഴിക്കുമോ? കുട്ടി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമുക്കും താല്പര്യം ഉണ്ടാവില്ല. നമുക്കല്ലെങ്കിലും അവിടെ ചെന്നാൽ വലിയ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം നമുക്കിത് എന്തൊക്കെയോ നമുക്കൊരു ടെൻഷനാണ്. നമുക്കിതൊക്കെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, നമ്മളെ പാപങ്ങൾ കഴുകി കളയുന്ന സ്ഥലം, നമുക്ക് നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ നമുക്ക് ഫുഡിനോടൊന്നും വലിയ ഇതുണ്ടാവില്ല. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവര് കണ്ട എന്തായാലും മേടിക്കും, കുട്ടിക്ക് വിശക്കുമല്ലോ എന്നുള്ളതില്. അപ്പൊ കുട്ടികൾക്കും വേണ്ടെങ്കിൽ വേണ്ട, അവരെ സംസം കുടിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് അവരെ വിശപ്പ് മാറ്റുക. കാരണം ഇത് പിന്നെ നമുക്കൊരു എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് പറയണേ, ഈ ഫുഡ് നമുക്കൊരു ഭാരമാവരുത്. ഇത് കൈ പിടിച്ചിട്ട് പിന്നെ നമ്മളെ കയ്യിൽ തന്നെ പോകുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ കുറെ അത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആരും പിന്നെ അതുപോലെ ക്യൂകളൊക്കെ കാണാം. അപ്പൊ ക്യൂലൊന്നും ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ സമയം വേസ്റ്റായി പോവാണത്. നമുക്ക് കിട്ടുന്ന പിന്നെ സമയം അത് പരമാവധി അവിടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിൽക്കുക. ഫുഡിനൊന്നും വേണ്ടി ആരും ക്യൂ നിൽക്കരുത്. പിന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് അവിടെ ഒരു ഇത് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ. ഇനി ചിലവർ പറയണത് കേട്ടിട്ടുണ്ട്, ഭക്ഷണം കിട്ടണില്ല എന്ന്. എനിക്കറിയില്ല. നമുക്ക് പിന്നെ ഹറഫയിലായാലും പിന്നെ മുസ്ദലിഫയിലല്ല, അറഫയെന്നും പിന്നെ ഇവിടുന്ന് മിനായിന്നൊക്കെ
ധാരാളം ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട എന്താ അറിയില്ല, കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് ഇതേപോലെ കൊണ്ടുപോയി. അപ്പൊ അതും നമുക്കതൊരു പ്രയാസമാണ്, ആ ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു പക്ഷെ ഇനി ചില ആൾക്കാർക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ടോണ്ടാന്ന് ഞാൻ പറയണില്ല, പക്ഷെ അവിടെ പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ മിനായിൽ നിന്നൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ ബോക്സിലാക്കി നമുക്ക് ഫുഡ് ഇങ്ങനെ കൊടുത്തുതരും ടെൻഡിക്ക്. പിന്നെ നമ്മൾ പോകുമ്പോൾ യാത്രകളിൽ അപ്പൊ ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡ് ഒരിക്കലും ആരും മേടിക്കരുത്. പിന്നെ ഈ പീരിയഡ്സ് ആവുന്ന ആൾക്കാർക്ക് പിന്നെ ടാബ്ലറ്റ് എടുക്കുമല്ലോ പോകാൻ സമയത്ത്. അപ്പൊ അത് തന്നെ, അപ്പൊ എനിക്ക് ഞാനൊക്കെ ടാബ്ലറ്റ് എടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി അവിടെ ചെന്നിട്ട്. ഒരു മാനസികമായിട്ട് നമുക്ക് ശരിക്കും അവിടെ നിന്നിട്ട് ആ ടാബ്ലറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടുന്ന് മേടിക്കാൻ പോയി മെഡിക്കൽ സ്റ്റോറിന്. അപ്പൊ അവര് പറഞ്ഞു ഇത് കുടിക്കാൻ തന്നെ പാടില്ല, അത് കുടിച്ചാൽ മജ്നൂനാവും, എന്തിനാ നിങ്ങളിത് മേടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അതേമാതിരത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഒരു ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഒരു എനിക്ക് പറയാനറിയില്ല, ഒരു സുഖമില്ലാത്തൊരവസ്ഥ. എന്നാ പിന്നെ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ അതോട്ടല്ലേനും. നമ്മള് സാധാരണ ആ സ്വഭാവ രീതി എന്നില്ലേ, അതിനൊരു വ്യത്യാസം വരും ആ ഗുളിക കഴിച്ചാൽ. അപ്പോൾ പിന്നെ പീരിയഡ്സ് പിന്നെ ഡേറ്റ് കറക്റ്റ് ആവണോൽക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് കറക്റ്റ് നമ്മളടുത്ത് കറക്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ കുടിക്കാതിരിക്കേ കാരണമല്ല. ഞാൻ നിങ്ങളോട് അങ്ങനെ നിർബന്ധിക്കണില്ല. പിന്നെ കുടിച്ചാൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, പ്രയാസം പലരും അവിടെ പറയണതും കേട്ടിട്ട് അവർക്കൊക്കെ ആ പ്രയാസം ഉണ്ട് കുടിച്ചതുകൊണ്ട് എന്ന്. പിന്നെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഡേറ്റ് ആണെങ്കിൽ നമുക്ക് അറിയാലോ, ഹജ്ജിന്റെ സമയം നമ്മളൊന്ന് നോക്കുക കലണ്ടറിൽ നോക്കിയിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ഒരു 7 ദിവസം 8 ദിവസം അല്ലേ ഉള്ളൂ, ബാക്കി ദിവസമൊക്കെ നമുക്ക് ഹറമിൽ പോകും നിസ്കരിക്കും ചെയ്യാലോ. ഹജ്ജിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കി. ഞാൻ ആ സമയത്താണ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ കുടിക്കും വേണ്ടി വരും ഇൻഷാ അള്ളാ. പിന്നെ നമ്മള് ചില ആൾക്കാരുണ്ട്, പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ പലരും പല ഗ്രൂപ്പുകളിലാണ് പോവുക അല്ലെ. അപ്പോ നമ്മളിങ്ങനെ എന്താ പറയാ, അവിടെ പോണത് നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ ഹജ്ജ് ആകെ പോയി ഒരു ദുൽഹജ്ജ് 8-ന് തുടങ്ങി 13-ന് അവസാനിക്കുന്ന ആ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതില് ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ കൊണ്ടുപോകണത് നമുക്ക് പിന്നെ ബാക്കിയൊക്കെ ഹറമിൽ നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലെ. അവിടെ പരമാവധി നമ്മൾ തോഫ് ചെയ്യുക, പിന്നെ അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കരിക്കുക. അതൊക്കെ നമുക്ക് പിന്നെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ, ഇവിടുത്തെ ഇരട്ടി. അപ്പൊ അതിന് നമ്മളിങ്ങനെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മളിന്നൊക്കെ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അവര് പറയും പിന്നെ തോഫിന് പോണ്ട, പിന്നെ അതുപോലെ പിന്നെ റൂമിൽ നിസ്കരിച്ചാൽ മതി. പിന്നെ തോഫിന് പോണ അവിടെ ആണുങ്ങളെ പിന്നെ ചാരിക്കാണ്ട് തോഫ് ചെയ്യണം എന്തിനാ, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇബ്ലീസിന്റെ പണികൾ എടുക്കും ചില ആളുകൾ. അപ്പൊ അതിന്നൊക്കെ നമ്മള് വിട്ട് അതൊന്നും പിന്നെ നമുക്കൊരു നിയത്തുണ്ടല്ലേ, നമ്മൾ എന്തിനാ പോണ തോഫിന്, നമുക്ക് അള്ളാന്റെ അടുത്ത് കൂലിട്ടാണല്ലേ. തോഫ് ചെയ്യാന്നല്ലേ നമുക്ക് ഇവിടുന്ന് അവിടെ പോയാലുള്ള പ്രധാനം. നമ്മൾ ഇവിടെ വന്നിക്കാണ്ട് നമുക്ക് ഇവിടെ തോവാഫ് ഉണ്ടല്ലോ, അപ്പൊ അതിനല്ലേ നമുക്ക് തോഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യുക കഴിയണതും. പിന്നെ നമസ്കാരവും ഖുർആൻ പാരായണമായിട്ട് ഹറമില് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ അറഫയിലും മിനായിലും അവിടെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാര്. നമ്മള് ജമ്മും കസറാക്കുമ്പോ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ, പിന്നെ ഇവിടുന്ന് എന്തിനാ ജമ്മും കസറാക്കണ്, ളുഹർ വേറെ നിസ്കരിച്ചോളി അസർ വേറെ നിസ്കരിച്ചോളി അങ്ങനെ പറയും. അപ്പോൾ അതും ചെയ്കൊള്ളരുത്. പിന്നെ നമ്മൾ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പൊ അവിടെ ജമ്മും കസറും തന്നെ ആക്കുക. പിന്നെ തോഫൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പൊറുക്കലിനെ തേടൊക്കെ അതിനോട് കണ്ണീരോടെ കരഞ്ഞു കൊണ്ട് നമ്മൾ ചോദിക്കുക നമ്മളെ കുറിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നാട്ടിൽ വന്നാല് പിന്നെ ഈ ഹജ്ജിന്റെ എല്ലാ പുണ്യവും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇനിയുള്ള ജീവിതം മരണം വരെയും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണമെന്ന് നമ്മൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മള് അള്ളാഹുവിനോട് പറയാം, എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ ഹലാലായ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കണേ. കാരണം നമുക്ക് അവിടുന്ന് ഓരോരുത്തർ ആരൊക്കെ പറഞ്ഞു എന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഓരോരുത്തരുടെ പേര് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ അറിയാലോ ഓലെ ഹലാലായ പ്രാർത്ഥനകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അല്ലെ. പക്ഷെ നമ്മൾ പോയി ചിലവരറിയും പിന്നെ കുട്ടിക്ക് എക്സാം ആണ്, പിന്നെ അതാ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ ആ പറയുന്നോലും തന്നെ ഇവരോട് പ്രാർത്ഥനക്ക് വസിയത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി,
എന്റെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് മോനെ നീറ്റ് എക്സാം ആണ് അല്ലെങ്കിൽ മറ്റവർക്ക് ഇതാണെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഇതെല്ലാം നമ്മളെല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടിക്കോളൂല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ജംറയിലൊക്കെ കല്ലെറിയുമ്പോഴും തന്നെ നമ്മളിങ്ങനെ നമ്മള് മനസ്സിലിങ്ങനെ കൊണ്ടുവരിക അല്ലെ, ഇബ്രാഹിം നബി പിന്നെ മോനറ്റ് പോണതും അപ്പൊ ഇബ്ലീസ് പിന്നെ അങ്ങനെ ഇടങ്ങറാക്കാൻ പ്രയാസപ്പെടുത്താൻ വന്നതും കല്ലെറിയണതും അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് പരമാവധി അതൊക്കെ ഓർമ്മയിൽ വരുത്താൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തക്കവയും എല്ലാ ഇഖ്ലാസോടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ പോകുമ്പോ പിന്നെ കണ്ണീരോടെ പോയി ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ശുദ്ധ ഹൃദയത്തോടെ തിരിച്ചു വരിക, അതിന് വേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹു പിന്നെ സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്യാൻ നമുക്കിപ്പോ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നത് ആരൊക്കെയാണോ പോകുന്ന എല്ലാവർക്കും അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്യാനും നല്ല നിയ്യത്തോടെ ഹജ്ജിന് പോകാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കിടയിൽ അതുപോലെ ഒരുപാട് പേര് നമ്മൾ ഹജ്ജും ഉംറയൊക്കെ ചെയ്തു വന്നോലുണ്ട് അല്ലേ. നമ്മളൊക്കെ ഹജ്ജും ഉംറകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരുപാട് പേര് ഹജ്ജിനും ഉംറക്കും പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്നവരും ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ കാത്തിരിക്കുന്നവരും അല്ലെങ്കിൽ പിന്നെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. ഹജ്ജിനും ഉംറക്കും പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഒക്കെ നിയത്ത് അള്ളാഹു സ്വീകരിച്ച് അവരെല്ലാവരെയും അള്ളാഹു അവിടെ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ എത്തിക്കട്ടെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളുടെ പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയി. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ റമളാനിൽ ചെയ്തിട്ടുണ്ട് അള്ളാഹ്. ആ കർമ്മങ്ങളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾക്കും ഹിദായത്ത് നൽകണേ. 5 വക്ത് പള്ളിയിൽ പോയി നമസ്കാരങ്ങൾ നിലനിർത്തുന്ന മക്കളാക്കി തരണേ ഞങ്ങളുടെ മക്കളെ അള്ളാഹ്. ഞങ്ങളുടെ മക്കളും അടുത്ത തലമുറയും നിനക്ക് വഴിപെട്ട് ജീവിക്കുന്നവരാണ് യാ അല്ലാഹ്. اللهم اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.